ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ 5ാം ഘട്ട പോളിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇനി രാജ്യം ആര് ഭരിക്കണമെന്ന് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തീരുമാനമെടുക്കും. പ്രധാനമായും ഹിന്ദി ഹൃദയഭൂമി അല്ല, ഇപ്പോൾ തന്നെ തീരുമാനം എടുത്തു കഴിഞ്ഞു. രാജ്യം ഭരിക്കാനുള്ള ഭൂരിപക്ഷത്തിന് അപ്പുറത്തുള്ള സീറ്റുകളിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ഈ പറയുന്ന പ്രധാന സംസ്ഥാനങ്ങളിലെ ഇപ്പം ഹിന്ദി ഹൃദയഭൂമി എന്ന് പറയുന്നത് ഉത്തർപ്രദേശ്, അതുപോലെ തന്നെ ബംഗാൾ, അതുപോലെ തന്നെ ബീഹാർ, ഈ പറയുന്ന മേഖലയിൽ മഹാരാഷ്ട്ര, അവിടെയൊക്കെയല്ലേ. എങ്ങനെയായിരിക്കും BJPയുടെ ഒരു സീറ്റ് നില നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ? അല്ല, BJPയുടെ സീറ്റ് നില പരിശോധിക്കുമ്പോൾ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളും നോർത്ത് ഇന്ത്യൻ മാധ്യമങ്ങളും സംസാരിക്കുന്ന രണ്ട് ഭാഷയിലാണ്. കേരളത്തിലെ മാധ്യമങ്ങളെക്കുറിച്ച് നാം പറയുമ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ ഒരു പ്രത്യേക ഇക്കോസിസ്റ്റം ഉണ്ട്. ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ BJP ജയിക്കരുത്, നരേന്ദ്രമോദി അധികാരത്തിൽ നിന്ന് പുറത്തു പോകണം എന്നൊക്കെ വിചാരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ പ്രബലമായ ശക്തിയായി നിൽക്കുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം. അതുകൊണ്ട് തന്നെ അവരെ കേറ്റർ ചെയ്യുക എന്നുള്ളത് നമ്മുടെ മാധ്യമങ്ങളുടെ പ്രധാനപ്പെട്ട അജണ്ടയാണ്. ഒരു പക്ഷേ 4-ാം തീയതി നമുക്ക് വേണമെങ്കിൽ കോൺടെസ്റ്റ് വെക്കാം, ഒരു മത്സരം വെക്കുക. 4-ാം തീയതി വോട്ടെണ്ണി കഴിഞ്ഞ് 5-ാം തീയതി ഇറങ്ങുന്ന നമ്മുടെ മലയാള പത്രങ്ങളുടെ തലക്കെട്ടുകൾ എങ്ങനെയായിരിക്കും എന്നാലോചിക്കണം. ഒരുപക്ഷെ നരേന്ദ്രമോദി തന്നെയാണ് തിരിച്ചു വരുന്നതെങ്കിൽ ഇന്ന് വരെ അല്ലെങ്കിൽ അതിൻ്റെ തലേന്ന് വരെ എഴുതിയതിന് ഘടകവിരുദ്ധമായ തലക്കെട്ടുകളും സ്റ്റോറികളും ഉണ്ടായിരിക്കും നമ്മുടെ പത്രങ്ങളും നമ്മുടെ ചാനലുകളും വായനക്കാരുടെയും പ്രേക്ഷകരുടെയും മുന്നിലെത്താൻ പോകുന്നത്. ഇപ്പോൾ നമുക്ക് സൗഹൃദങ്ങൾ നമുക്ക് എല്ലായിടത്തും ഉണ്ട്, നമുക്ക് ഇൻപുട്ട് തരാൻ പറ്റുന്ന സോഴ്സുകളും പലയിടത്തും ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാവുന്നത് ഒരു കാരണവശാലും എത്ര വലിയ അത്ഭുതങ്ങൾ സംഭവിച്ചാലും നരേന്ദ്രമോദിയെ 3ാമത് അധികാരത്തിൽ എത്തുന്നതിൽ നിന്ന് തടയുന്ന ഒരു തരംഗവും രാജ്യത്തില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ 2019 തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നോട്ട് നിരോധനം, GST അടക്കമുള്ള കാര്യങ്ങളുടെ ഒരു നെഗറ്റീവ് വോട്ടും നെഗറ്റീവ് കാമ്പയിനും ഉണ്ടായിരുന്നു. പിന്നെ റഫേൽ ഉൾപ്പെടെ സുപ്രീം കോടതിയൊക്കെ തള്ളിക്കളഞ്ഞെങ്കിലും റഫേൽ ഉൾപ്പെടെയുള്ള വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് അഴിമതി ആരോപണങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടാണ് പ്രതിപക്ഷം ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. പലയിടത്തും നമ്മുടെ കേരളത്തിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നു, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവും. വാജ്പേയി സർക്കാരിൻ്റെ ഇന്ത്യ തിളങ്ങുന്നു എന്നുള്ള ക്യാമ്പയിനുമായി വന്ന വാജ്പേയി സർക്കാരിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയതുപോലെ ഇന്ത്യയിലെ ജനങ്ങൾ നരേന്ദ്രമോദിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് 2019 നടന്നത് എന്ന് വളരെ പ്രബലമായി വിശ്വസിക്കപ്പെട്ടു. കേരളത്തിൽ സീറ്റുകൾ തൂത്തുവാരി UDF ജയിക്കാനുള്ള ഒരു ഘടകം അതുകൂടിയായിരുന്നു. മറ്റൊന്ന് വളരെ പ്രബലമായി ഉണ്ടായിരുന്നത് നമുക്കെല്ലാം അറിയാം, കേരളത്തിലെ മാധ്യമങ്ങളും ഇടതുപക്ഷ മനസ്സ് എന്നൊക്കെ പറയുന്ന ചില തള്ളലുകളുണ്ടല്ലോ കേരളത്തിൽ. കേരളത്തിൻ്റെ ഇടതുപക്ഷ മനസ്സ്, അതിൻ്റെയൊക്കെ ഭാഗമായി തമസ്കരിക്കപ്പെട്ട ഒന്നായിരുന്നു ശബരിമലയുമായി ബന്ധപ്പെട്ട വിശ്വാസികളുടെ ഒരു വൈകാരികമായ പകവീട്ടൽ. ഇത് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് രാഹുൽ ഗാന്ധി അധികാരത്തിൽ വരുമെന്നുള്ള ട്രെൻഡിൻ്റെ ഭാഗമായിട്ടാണ് LDF അമ്പെ പരാജയപ്പെട്ടതെന്ന് പറയുന്ന ഒരു കള്ളമുണ്ട്. വസ്തുത അതിനകത്തുണ്ട്, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് വളരെ പരക്കെ വിശ്വസിക്കപ്പെട്ടു. പക്ഷേ ഇക്കുറി തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ മോദി സർക്കാരിനെതിരെ ക്യാമ്പയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഘടകവുമില്ല. ഒന്നാമത് പ്രതിപക്ഷത്തിൻ്റെ ഐക്യമില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് ഇപ്പോൾ ഇന്ത്യ മുന്നണി എന്നൊക്കെ പറയുന്നുണ്ട്. ഇന്ത്യ മുന്നണിയിൽ പുതുതായി ഇവരുടെ കൂടെ വന്നവരാരുണ്ട്? നിതീഷ് കുമാർ വന്ന് ചേർന്നിരുന്നു, നിതീഷ് കുമാർ പുറത്തുപോയി, വീണ്ടും BJPക്കൊപ്പം ചേർന്നു. ഫലത്തിൽ ഇന്ത്യ മുന്നണിയിലെ 28-ഓ 30-ഓ പാർട്ടികളിൽ ഏതാണ്ട് പകുതിയിലേറെ കേരളത്തിൽ നിന്നുള്ള പാർട്ടികളാണ്. കേരളത്തിലെ ഇടതുപക്ഷത്തും വലതുപക്ഷത്തും നിൽക്കുന്ന 10-18 പാർട്ടികൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. ഇവർക്ക് ആർക്കും വടക്കേ ഇന്ത്യയിൽ കാര്യമായ സീറ്റുകൾ നേടാൻ കഴിവുള്ള പാർട്ടികളുമല്ല, കോൺഗ്രസ് ഒഴിച്ചാൽ. കോൺഗ്രസിൻ്റെ അവസ്ഥ മറ്റ് പല സംസ്ഥാനങ്ങളിലും പ്രാദേശിക പാർട്ടികളുടെ ചിറകിലേറി മത്സരിക്കേണ്ടുന്ന സ്ഥിതിയാണ്, ഗതികേടാണ് കോൺഗ്രസിനുള്ളത്. അപ്പോൾ ഫലപ്രദമായി പ്രതിപക്ഷം എന്ന നിലയിൽ ഇന്ത്യ മുന്നണിക്ക് BJPയോട് NDAയോട് മത്സരിക്കാൻ പറ്റുന്ന ഒരു സ്ട്രെങ്ത് ഇല്ല എന്നതാണ് വസ്തുത. രാഹുൽ ഗാന്ധിയെ ഇപ്പം യു പി കിട്ടുന്നവർ ഇന്ത്യ ഭരിക്കുമെന്നാണ് പറയുന്നത്. UP സമാജ്വാദി പാർട്ടി അനുവദിച്ച് ഭിക്ഷയായി കൊടുത്ത 17 സീറ്റിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. അവരുടെ മറ്റൊരു സഖ്യകക്ഷിയായ മമത അവകാശപ്പെടുന്ന ഇന്ത്യ മുന്നണി ഞാൻ ഉണ്ടാക്കിയതാണെന്നാണ് പറയുന്നത്. അവിടെ എന്താണ്, അവിടെ കോൺഗ്രസിന് ഒരു സീറ്റ് പോലും കൊടുക്കാൻ മമതയുടെ പാർട്ടി തയ്യാറല്ല. അപ്പോൾ തമിഴ്നാട്ടിൽ സ്റ്റാലിൻ ഇട്ടുകൊടുത്ത ഏതാനും അപ്പകഷ്ണങ്ങൾ പോലെയുള്ള സീറ്റുകളിലാണ് മത്സരിക്കുന്നത്. പിന്നെ കർണാടകയിൽ മാത്രമുണ്ട് പാർട്ടിക്ക് ഭരണമുള്ളതുകൊണ്ട് നിൽക്കുന്ന സീറ്റുകൾ. പിന്നെ ഹിന്ദി ഹൃദയഭൂമിയിൽ ചില സംസ്ഥാനങ്ങളിലൊക്കെ പാർട്ടിക്ക് ശേഷിയുണ്ട്. രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലുമൊക്കെ കോൺഗ്രസ്സിന് അത്യാവശ്യം ജീവൻ ബാക്കിയുള്ള സംസ്ഥാനങ്ങളാണ്. പക്ഷേ 2019 നിന്ന് 1 ഇഞ്ച് മുന്നോട്ട് പോകാത്ത ഒരു പ്രതിപക്ഷമാണ്
മുന്നോട്ട് പോയില്ലെന്ന് മാത്രമല്ല അന്നത്തേക്കാൾ കൂടുതൽ അന്തഛിദ്രമുള്ള അന്ന് ഒരുപക്ഷെ രാഹുൽ ഗാന്ധി മാത്രമായിരുന്നു സിംഗിൾ ലീഡർ പ്രതിപക്ഷത്തിൽ. അതായത് പ്രധാനമന്ത്രി ഉയർത്തിക്കാട്ടാൻ ഇത്തവണ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടാൻ പോലും ആരുമില്ല. അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം ഈ പ്രതിപക്ഷ കക്ഷികളുടെ ഈ ഇന്ത്യ മുന്നണിയിലെ ഓരോ കക്ഷിക്കും ഓരോ പ്രധാനമന്ത്രി, അതെ, ഓരോ മാസം ഓരോ പ്രധാനമന്ത്രി വെക്കണം. 5 വർഷം ഓരോ വർഷത്തെ ഒരു പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ പോലും ഒരു സമ്മതിക്കില്ല. ഓരോ മാസവും വേണമെങ്കിൽ ഒരു പ്രധാനമന്ത്രിയാക്കാം എന്ന് പറയുന്ന പോലെയാണ്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ രാഷ്ട്രീയമായി നിഷ്പക്ഷമായും സ്വതന്ത്രമായും വിലയിരുത്തുമ്പോൾ 2019 പ്രതിപക്ഷത്തിൻ്റെ ഒരു സ്റ്റേച്ചർ പോലും ഇത്തവണയില്ല. കാരണം അന്ന് അവർക്ക് രാഹുൽ ഗാന്ധി എന്ന സിംഗിൾ ലീഡർ ഉണ്ടായിരുന്നു. ഇപ്പോൾ കെജ്രിവാൾ ജയിലിൽ നിന്ന് മോചിതനായി വന്നിട്ട് പറയുന്നു 10 ഗ്യാരണ്ടികൾ പ്രഖ്യാപിക്കുന്നു. രാഹുലോ മമതയോ ആരും അത് മൈൻഡ് ചെയ്യുന്നില്ല. നിതീഷ് കുമാറിന് ഈ പറഞ്ഞ പോലെ ഈ ഇന്ത്യ മുന്നണിയുടെ കൺവീനറായിരുന്ന അദ്ദേഹത്തിന് വേണ്ട പ്രോമിനൻസ് അല്ലെങ്കിൽ പരിഗണന അല്ലെങ്കിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായ അദ്ദേഹത്തെ ഉയർത്തിക്കാട്ടുന്നില്ല എന്ന് കാണിച്ച് അദ്ദേഹം വീണ്ടും BJPയോടൊപ്പം പോകുന്നു. മമതയ്ക്ക് പ്രധാനമന്ത്രിയാകാൻ താല്പര്യമുണ്ട്. ഇങ്ങനെ ആകെ കൺഫ്യൂസ്ഡാണ്. നോക്കൂ, ഈ തെരഞ്ഞെടുപ്പിൻ്റെ 5 ഘട്ടം പൂർത്തിയായി. മഹാഭൂരിപക്ഷം സീറ്റുകളിലും ഇലക്ഷൻ പൂർത്തിയായി കഴിഞ്ഞു. ഇനി 2 ഘട്ടങ്ങളിലായി വളരെ നാമമാത്രമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതുവരെ ഇന്ത്യ മുന്നണിക്ക് ഒരു സംയുക്ത പ്രകടന പത്രിക പോലും ഉണ്ടാക്കാൻ പറ്റില്ല. എന്തിന്? ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ എല്ലാ മുന്നണികളെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു കോമൺ മിനിമം പ്രോഗ്രാം, പൊതു മിനിമം പരിപാടി പോലും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതാണ് പൊളിറ്റിക്കൽ സിറ്റുവേഷൻ, ഇതാണ് റിയാലിറ്റി, ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഏകപക്ഷീയമായി ഒരു വലിയ വിജയത്തിലേക്ക് BJPക്ക് എത്തിച്ചേരാനുള്ള എല്ലാ സാഹചര്യങ്ങളും രാജ്യത്തുണ്ട് എന്നതാണ് സത്യം. നമ്മുടെ ഈ മാധ്യമങ്ങൾ ഈ പറയുന്നത് പോലെ തിരഞ്ഞെടുപ്പ് വരെ അവരുടെ പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഉണ്ടാക്കുന്ന വ്യാജമായ ഒരു നറേറ്റീവാണ് മോദി വീഴാൻ പോകുന്നു, ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുന്നു എന്നൊക്കെ പറയുന്നത്. നമുക്ക് സംസ്ഥാനങ്ങൾ എടുത്ത് പരിശോധിക്കാം. ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിൽ 80 സീറ്റുകളാണുള്ളത്. BJPക്ക് ഇപ്പോൾ രാഷ്ട്രീയമായി വിലയിരുത്തപ്പെടുന്ന BJPക്ക് ഏറ്റവും ചുരുങ്ങിയത് 74 സീറ്റുകൾ കിട്ടിയേക്കാമെന്ന് പറയുന്നു. 74, കഴിഞ്ഞ പ്രാവശ്യം ഉള്ളതിനേക്കാൾ 10ഓളം സീറ്റുകൾ കൂടുതൽ. 74 സീറ്റുകളാണ് BJPക്ക് അവിടെ കിട്ടാൻ സാധ്യതയുള്ളത്. രാഹുൽ എന്ന് പറഞ്ഞിട്ടുണ്ട് BJPക്ക് UPയിൽ വാരണാസി മാത്രമേ കിട്ടൂവെന്ന്. അത് രാഹുലിൻ്റെ ഒരു സ്വപ്നമാണ്. പക്ഷെ ഒരു കാരണവശാലും ഒരിക്കലും സംഭവിക്കാത്ത അസംഭവ്യമായ ഒരു രാഹുലിൻ്റെ അവകാശവാദമാണ് BJP വാരണാസി ഒഴികെ UPയിൽ എല്ലായിടത്തും തോറ്റുപോകുന്നുള്ളത്. 74 സീറ്റുകളാണ് നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള ആളുകൾ പ്രവചിക്കുന്നത് BJPക്ക് UPയിൽ കിട്ടാവുന്നത്. രണ്ടാമത്തെ സംസ്ഥാനം മഹാരാഷ്ട്ര. 48 സീറ്റുകളാണ് മഹാരാഷ്ട്രയിൽ ആകെയുള്ളത്. അതിൽ 39 സീറ്റുകൾ വരെ BJPക്ക് ജയസാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട്. അടുത്ത സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. പശ്ചിമ ബംഗാളിൽ 42 സീറ്റുകളാണ്. 18 സീറ്റുകളാണ് നിലവിൽ BJPക്കുള്ളത്, 2 സീറ്റ് കോൺഗ്രസ്സിന്. അവിടെ വലിയൊരു തമാശ എന്ന് പറയുന്നത് സന്ദേശ് ഗാലി അടക്കമുള്ള വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ വളരെ ദയനീയമായ അവസ്ഥയിലാണ് തൃണമൂൽ കോൺഗ്രസ് ഇപ്പോൾ ഉള്ളത്. മാത്രമല്ല തൃണമൂലിനുള്ളിൽ വലിയ അന്തഛിദ്രങ്ങളുമുണ്ട്. അവിടെ ഈ പറഞ്ഞ പോലെ ദുരൂഹമായി മമതാ ബാനർജിക്ക് വീട്ടിൽ വെച്ച് പരിക്കേൽക്കുന്ന, ആരോ തള്ളി മറിച്ചിട്ട് വീണു എന്നൊക്കെ പറഞ്ഞ് ഹോസ്പിറ്റലൈസ് ആവുന്നൊരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അതിനുള്ളിൽ വലിയൊരു ആഭ്യന്തര കലാപം ഒരുങ്ങുന്നുണ്ട് നേതാക്കൾക്കുള്ളിൽ. വല്ലാതെ പരിഭ്രാന്തിയായ ഒരു മമതയാണ് നമ്മൾ കാണുന്നത്. മമതയ്ക്ക് മറ്റൊന്നും കൂടിയുണ്ട്. മമതയ്ക്ക് ബംഗാൾ വിട്ട് ഒരിടത്തും പോകാൻ പോലും കഴിഞ്ഞില്ല. ഇപ്പോൾ ബംഗാൾ വോട്ടർമാർ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനങ്ങളാണ് ത്രിപുരയും അടക്കമുള്ള സംസ്ഥാനം. ഇവിടങ്ങളിലൊക്കെ TMC ഉണ്ട്. ഇവിടെയൊക്കെ പോയി ഒന്ന് ക്യാമ്പയിൻ ചെയ്യാൻ പോലും, ഒന്ന് ദില്ലിക്ക് പോലും മമത വന്നിട്ട് കാലം എത്രയായി. ബംഗാളിൽ കുടുക്കപ്പെട്ടു മമത. മാത്രമല്ല നോക്കൂ, മമതയുമായി വലിയ ലോഹിത്തിലായിരുന്നു അവിടുത്തെ ഗവർണർ CV ആനന്ദബോസ്. എന്തിന് അവിടുത്തെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കേന്ദ്ര സർക്കാരിന് ആനന്ദബോസിനെതിരെ പരാതി പോലും കൊടുക്കേണ്ടി വന്നു, ഇയാൾ മമതയുടെ ആളാണെന്ന് പറഞ്ഞു. പക്ഷേ അതിനുശേഷമാണ് സന്ദേശ് ഗാലി അടക്കം ഉണ്ടാകുന്നത്. സന്ദേശ് ഗാലിയിലെ ഈ കൂട്ട ബലാത്സംഗം അടക്കമുള്ള വിവാദങ്ങളുണ്ടായപ്പോൾ പ്രതികളെ അറസ്റ്റ് ചെയ്യാതെ മമത ഒളിവിൽ കൊണ്ടുപോയി. ഷാജഹാൻ ഷെയ്ഖിൻ്റെ ഒടുവിൽ കേന്ദ്രസേന ഇടപെട്ട് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായപ്പോൾ സന്ദേശ് ഗാലിയിലെ പീഡിതരായ ആളുകൾക്ക് രാജ്ഭവനിൽ അഭയം കൊടുക്കും എന്ന് പറഞ്ഞത് ഗവർണറാണ്. അങ്ങനെ ഗവർണറും മമതയും തമ്മിൽ വലിയൊരു ഫൈറ്റ് ഉണ്ടായി. ഈ ഫൈറ്റ് ഉണ്ടായി വരികയും ഒടുവിൽ ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷയുള്ള ഗവർണറാണ് CV ആനന്ദബോസ്. ഞാൻ ഒരിക്കൽ കണ്ടു, അദ്ദേഹം ഈ കൽക്കട്ടയിൽ നിന്ന് കേരളത്തിൽ വന്ന് BSFൻ്റെ സ്പെഷ്യൽ ഫ്ലൈറ്റിലാണ്. അതുപോലെ അതീവ സുരക്ഷ കൊടുക്കുന്ന തരത്തിലേക്ക് TMCയുമായിട്ടുള്ള ബന്ധം അകന്നു. ഇതിനിടയ്ക്ക് ബംഗാളിൽ പറഞ്ഞു കേട്ടത് TMCയെ പിളർത്താൻ
അതിൻ്റെ രണ്ടാം നിരയിലും മൂന്നാം നിരയിലുള്ള ഒരു സംഘം നേതാക്കന്മാർ തയ്യാറാവുന്നു. അവർ CV ആനന്ദബോസുമായി അതിന് ചില രഹസ്യ ചർച്ചകൾ നടത്തി എന്ന് വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇത് മമത അറിഞ്ഞ് അതിൻ്റെ പകവീട്ടലായിട്ടാണ് അദ്ദേഹത്തിനെതിരെ രാജ്ഭവനിലെ ലൈംഗിക അതിക്രമ കേസ് ഒന്നിനു പുറകെ ഒന്നായിട്ട് ഉയർത്തിക്കൊണ്ടുവന്നതെന്ന് പറയുന്നു. പിന്നീട് അത് വീണ്ടും മറ്റൊരു കേസ് വന്നു. ഒരു ഒഡീസി നർത്തകി അവർക്ക് വിദേശത്തേക്ക് പോകാനായിട്ടുള്ള ഒരു ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ പേരിൽ അവരോട് മോശമായി പെരുമാറി. ഇങ്ങനെ കഥകളുണ്ടാക്കി വിടുന്നത് ആനന്ദബോസുമായുള്ള നല്ല ബന്ധത്തിന് പിന്നിൽ അദ്ദേഹം നിഗൂഢമായ ചില ചരടുവളികൾ നടത്തി തൻ്റെ പാർട്ടിയെ തകർക്കാൻ ശ്രമിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ മമതയുടെ ഒരു പകവിട്ടലുണ്ട്. മമത അപ്പോൾ ബംഗാളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നൊരു വിവരം 18 സീറ്റുകൾ നേടിയ BJP ഇത്തവണ 28 സീറ്റുകൾ വരെ നേടിയേക്കാമെന്നാണ്. അപ്പോൾ നമുക്ക് വടക്കേ ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന കണക്ക് നമ്മൾ മറ്റ് ചില മാധ്യമങ്ങൾ വഴി സംഘടിപ്പിച്ചൊരു കണക്കാണ് എൻ്റെ പക്കലുള്ളത്. അവിടെ പറയുന്നത് 42 സീറ്റുകളിൽ 24+ കിട്ടും. അത് കുറയാനല്ല കൂടാനാണ് എന്നാണ് പറയുന്നത്. വെസ്റ്റ് ബംഗാളിൽ 24 സീറ്റുകൾ, നിലവിലുള്ള 18 24 അത് തൃണമൂലിൻ്റെ ഒരു തകർച്ചയുടെ തുടക്കമാണ്. കാരണം ബംഗാളിൽ നോക്കൂ, നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ കോൺഗ്രസിൻ്റെ ഭരണം കഴിഞ്ഞിട്ട് ഗ്രാജുവലിയാണ് CPM അധികാരത്തിൽ വരുന്നത്. അധികാരത്തിൽ വന്നതിന് ശേഷം CPM പുറകോട്ട് പോകേണ്ടി വന്നില്ല. പിന്നീട് സാവകാശം CPM തകർച്ച ആരംഭിക്കുകയായിരുന്നു. അതുപോലെ മമത കയറി വന്ന് അക്ഷോഭിയായി അപ്രതിരോധിയായിട്ട് ഇരിപ്പുറപ്പിച്ചു. പതുക്കെ അത് ഡീക്കേ ചെയ്യാൻ തുടങ്ങി, അത് ചീഞ്ഞു തുടങ്ങി. അതിൻ്റെ ഒരു ഭാഗമാണ് ഇത്തവണ ബംഗാളാണ് ഏറ്റവും വലിയ നേട്ടം BJPക്ക് ഉണ്ടാക്കാൻ പോകുന്ന ഒരു സംസ്ഥാനം എന്ന് പറയുന്നത്. ബീഹാറിലെ കണക്കും വ്യത്യസ്തമല്ല. ബീഹാറിൽ 40 സീറ്റുകളാണുള്ളത്. NDA മുന്നണി നിതീഷ് കുമാറും BJPയും ചേർന്ന് 36 സീറ്റുകൾ വരെ പിടിക്കാം. ഇനി തമിഴ്നാട്ടിലേക്ക് വന്നാൽ തമിഴ്നാട്ടിൽ ഈ പറഞ്ഞ പോലെ 39 സീറ്റുകളുണ്ട്. ദക്ഷിണേന്ത്യയിൽ NDA മുന്നണിയുടെ ഏറ്റവും കരുത്തനായ പ്രതീകം DMK ആണ്, സ്റ്റാലിനാണ്, പിണറായി വിജയനേക്കാളും. കാരണം പിണറായി വിജയൻ നമുക്കറിയാമല്ലോ NDA മുന്നണിയിൽ നിൽക്കുന്ന ഇന്ത്യ മുന്നണിയിൽ നിൽക്കുന്ന പ്രതിപക്ഷ CPMൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏക മുഖ്യമന്ത്രിയായിരുന്ന അദ്ദേഹം കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ തമിഴ്നാട്ടിലെങ്കിലും മത്സരിക്കുന്ന സ്വന്തം പാർട്ടിക്കാരെ കോൺഗ്രസിൻ്റെ ചിറകിലേറി മത്സരിക്കുന്ന സ്വന്തം സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പോലും കാമ്പയിൻ നടത്താതെ ഇന്തോനേഷ്യക്ക് പോയ വിദ്വാനാണ് നമ്മുടെ മുഖ്യമന്ത്രി. പക്ഷെ അതിലൊക്കെ ആത്മാർത്ഥമായി എങ്ങനെയാണ് നോക്കൂ, കഴിഞ്ഞ പ്രാവശ്യം CPIക്ക് 15 കോടി രൂപ കൊടുത്തു സ്റ്റാലിൻ, കൊടുത്തിരുന്നു. സംഭാവനയായിട്ട്. CPMന് കൊടുത്തു 8 കോടി രൂപ. അപ്പോൾ CPMനും CPIക്കും തമിഴ്നാട്ടിൽ സ്റ്റാലിൻ സീറ്റ് മാത്രമല്ല പണവും കാശും കൊടുത്താണ് മത്സരിപ്പിക്കുന്നത്. എന്നിട്ട് അവിടെ പോയി ഒരു 4 പേർക്ക് 4 വോട്ട് ചോദിക്കാനുള്ള മര്യാദ കാണിക്കാത്ത മുഖ്യമന്ത്രിയാണ് നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി, ഇന്ത്യ മുന്നണിയുടെ ഘടകകക്ഷി. അപ്പോൾ തമിഴ്നാട്ടിൽ ഈ കണക്കനുസരിച്ച് ചിലപ്പോൾ 8 സീറ്റുകൾ വരെയാണ് BJPക്ക് കിട്ടാൻ സാധ്യതയുള്ളതായിട്ട് പറയപ്പെടുന്നത്. ഇനി നമ്മൾ മധ്യപ്രദേശിൽ 29 സീറ്റുകളും BJP നേടുമെന്നാണ് 5ാം ഘട്ട തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഉള്ള ഒരു കണക്ക്. കർണാടകയിൽ 28 സീറ്റുകളാണുള്ളത്. അതിൽ 25 സീറ്റുകൾ വരെ BJP നേടാം എന്നാണ് പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് ഓർക്കും ഈ പ്രജ്വൽ രേവണ്ണ വിവാദം. പക്ഷേ മറ്റൊന്നുണ്ട്, ആ വിവാദം ആദ്യഘട്ടത്തിലെ തിരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞതിന് ശേഷം ഉണ്ടായ തിരഞ്ഞെടുപ്പാണ്. മാത്രമല്ല കർണാടകയെ സംബന്ധിച്ച് കഴിഞ്ഞ BJP സർക്കാർ അഴിമതിയുടെ ഒരു കെടുകാര്യസ്ഥ അഴിമതി കൊണ്ട് വളരെ കുപ്രസിദ്ധി നേടിയ സർക്കാരായിരുന്നു. അതുകൊണ്ട് സ്വാഭാവികമായും ഒരു ജനരോഷം അവിടെ ഉണ്ടാകും. പിന്നെ ഷെട്ടർ അടക്കമുള്ള BJPയിലെ പ്രമുഖ നേതാക്കന്മാർക്കെതിരെ അനവസരത്തിലെടുത്ത നടപടികൾ, പിന്നെ യെദ്യൂരപ്പ മാറി നിൽക്കാൻ പറഞ്ഞ ഒരു തെറ്റായ തീരുമാനം, ഇങ്ങനെ പല ഘടകങ്ങൾ ചേർന്നാണ് കഴിഞ്ഞ പ്രാവശ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായത്, BJPക്ക് തിരിച്ചടിയായത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഞാൻ ഇടയ്ക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കർണാടകയിലൂടെ സഞ്ചരിക്കുകയുണ്ടായി. അപ്പോൾ ഓട്ടോറിക്ഷ ഓടിച്ചിരുന്ന ഒരാളോട് ഞാൻ സംസാരിച്ചു. അപ്പോൾ എൻ്റെ മകളുടെ ഒരു കോളേജ് അഡ്മിഷൻ്റെ കാര്യമായി ബന്ധപ്പെട്ട് പോയതാണ്. അപ്പോൾ ഓട്ടോറിക്ഷ ഓടിച്ചിരുന്ന അയാളുടെ പേര് ഞാൻ മറന്നുപോയി. അയാൾ എന്നോട് പറഞ്ഞു, എത്ര രൂപയായി ആ കോളേജിലെ ഫീസ് എന്ന് ചോദിച്ചു. ഞാൻ ആ എമൗണ്ട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ മകന് പ്രസിഡൻസിയിൽ MBAക്ക് ചേരാൻ പോവാണ്, MBAക്ക് ചേരാൻ പോകുന്നു, അതിന് ഇത്ര രൂപ വേണം, കോളേജുകാരോട് ഞാനൊരു അവധി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ പോയി ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ലോൺ തരാം, എഡ്യൂക്കേഷൻ ലോൺ തരാം. അപ്പോൾ ഇയാൾ പറയാണ്, ഞാൻ ഓർത്ത് ഇത്ര പെട്ടെന്ന് ലോൺ കിട്ടുമെന്ന് കരുതിയിട്ടില്ല. അപ്പോൾ ബാങ്കുകാർ പറഞ്ഞു, വിദ്യാഭ്യാസ ലോൺ ഇത്ര കൊടുത്തിരിക്കണമെന്നുള്ളത് മോദി സർക്കാരിൻ്റെ നിർദ്ദേശമാണ്. പഴയ റട്ടേപ്പൊക്കെ മാറി. അപ്പോൾ ഞാൻ ഇയാളോട് ചോദിച്ചു, നിങ്ങൾ മോദിയുടെ ആളാണോ, BJPക്കാരനാണോ? അയാൾ പറഞ്ഞു, അല്ലല്ല, ഞാൻ കോൺഗ്രസ്സുകാരനാണ്.
പക്ഷേ കാര്യങ്ങൾ പറയണ്ടേ? കോൺഗ്രസ് ഇവിടുത്തെ BJP സർക്കാർ തല്ലിപ്പൊളിയായിരുന്നു, അഴിമതിയായിരുന്നു, ഇത്രയും വൃത്തികെട്ട സർക്കാർ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങളെല്ലാം സിദ്ധരാമയ്യക്ക് വോട്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾ പാർലമെൻറ്റിലേക്ക് ഞങ്ങളുടെ വോട്ട് BJPക്കല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു കോൺഗ്രസ് അല്ല, ഞങ്ങളുടെ വോട്ട് മോദിക്കാണ് എന്ന് പറയുന്ന സാധാരണ ഒരു ഓട്ടോ തൊഴിലാളിയെ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ജനങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്, വോട്ട് സംസ്ഥാന രാഷ്ട്രീയം മാറിയിരിക്കട്ടെ. ഡൽഹിയിൽ എങ്ങനെയാണല്ലോ, ദില്ലിയിൽ ഭരണം ആപ്പിന് കൊടുക്കും, കേന്ദ്രത്തിലേക്ക് വരുമ്പോൾ 7 സീറ്റുകളും BJP കൊടുക്കും. ആ ഒരു ട്രെൻഡ് പൊതുവിൽ കർണാടകത്തിലുണ്ട്. ഈ വീഡിയോ കാസറ്റുകളിൽ അല്ലെങ്കിൽ മറ്റേ പെൻ ഡ്രൈവുകളിലെ ബ്ലൂ ഫിലിമൊന്നും കർണാടക രാഷ്ട്രീയത്തിൽ ഏശിയിട്ടില്ല എന്നാണ് പൊതുവിൽ മനസ്സിലാവുന്നത്. ഇനി ഗുജറാത്തിനെ കുറിച്ചൊന്നും പറയണ്ട. 26 സീറ്റുകളുണ്ട്. 26 സീറ്റും BJP കൊണ്ടുപോകും. രാജസ്ഥാനിൽ 25 സീറ്റുകളിൽ 23+ എന്നാണ് നമുക്ക് കിട്ടിയ ഈ കടലാസിലുള്ളത്. കുറഞ്ഞത് 23. 25 ആയാലും അത്ഭുതത്തിന് വകയില്ല. ഇനിയുള്ളത് ആന്ധ്രാപ്രദേശാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഏറ്റവും വലിയ അട്ടിമറി നടക്കാൻ പോകുന്ന സംസ്ഥാനങ്ങളിലൊന്ന് ആന്ധ്രയാണ്. ആന്ധ്രയിൽ നിലവിലുള്ള YSR കോൺഗ്രസിനെ നിലംപരിശാക്കി മോദിയുടെ മുൻകാല ശത്രുവായ ചന്ദ്രബാബു നായിഡുവും TDPയും BJPയും തമ്മിലുള്ള ഒരു ബന്ധം, ഇന്ത്യയുടെ ഘടകകക്ഷി, ഇന്ത്യയുടെ സർക്കാർ അവിടെ വരാൻ പോവുകയാണ്. BJP ഘടകകക്ഷിയായിട്ടുള്ള സർക്കാർ ആന്ധ്രയിൽ വരുന്നു. അവിടുത്തെ മഹാഭൂരിപക്ഷം സീറ്റുകളും തൂത്തുവാരിക്കൊണ്ട് NDA മുന്നണി പോകും. നിലവിൽ BJPക്ക് ഒരു സ്റ്റേക്ക് ഇല്ലാത്ത സ്റ്റേറ്റാണ് ആന്ധ്ര. അവിടെ 25-ൽ 19 സീറ്റുകളാണ് NDA മുന്നണി TDP പ്ലസ് BJP നേടാൻ പോകുന്നത്. സൗത്ത് ഇന്ത്യയിൽ BJPക്ക് ഒന്നും കിട്ടത്തില്ല. സൗത്ത് ഇന്ത്യ കട്ടിങ് സൗത്ത് എന്നൊക്കെ പറയുന്ന ആളുകളുടെ വായടക്കുന്ന ഒരു മുന്നേറ്റവും ഫലവുമായിരിക്കും 4-ാം തീയതി വോട്ടെണ്ണുമ്പോൾ ഉണ്ടാകുന്നത്. തമിഴ്നാടും ആന്ധ്രയും. ഇനി ഒറീസയിൽ അറിയാമല്ലോ, BJD എന്ന് പറയുന്ന പാർട്ടി, നവീൻ പട്നായിക്കിൻ്റെ BJD. അവർ പരസ്പരം മത്സരിക്കും. പക്ഷേ പാർലമെൻറ്റിലെത്തുമ്പോൾ BJD എന്നും NDAക്ക് വേണ്ടി, മോദിക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നവരായിരുന്നു. പക്ഷേ ഇക്കുറി അവസാന ഘട്ടം വരെ BJDയും BJP തമ്മിലുള്ള സഖ്യം ഉണ്ടാകുമെന്നാണ് പറഞ്ഞു കേട്ടത്. പക്ഷേ പറഞ്ഞു കേൾക്കുന്ന കഥ എന്ന് പറയുന്നത് അവിടുത്തെ പ്രാദേശിക BJPക്കാർക്ക് BJDയുമായി അലയൻസ് വേണ്ട എന്നായിരുന്നു അഭിപ്രായം. കാരണം ഇത്തവണ ഭരണം പിടിക്കാനുള്ള ശേഷി ഒറീസയിൽ BJPക്കായിട്ടുണ്ട്. പിന്നെ ഈ സഖ്യത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ള പ്രാദേശിക നേതൃത്വത്തിൻ്റെ എതിർപ്പ് കണക്കിലെടുത്തിട്ടാണ് കേന്ദ്ര നേതൃത്വം അവിടെ മുന്നണി ഉണ്ടാക്കാതിരുന്നെന്ന് പറയുന്നു. അല്ലെങ്കിൽ തന്നെ മുന്നണി അല്ലെങ്കിൽ പോലും എന്നും നവീൻ പട്നായിക്ക് BJPയുടെ ഒരു സഹോദര പാർട്ടിയെ പോലെ നിന്ന ആളാണ്. അവിടെ 21-ൽ 14 സീറ്റുകൾ BJPക്ക് കിട്ടുമെന്നാണ് നോർത്ത് ഇന്ത്യൻ മീഡിയകളുടെ ഒരു വലിയ നേട്ടമായിരിക്കും. മാത്രമല്ല BJPയുടെ സർക്കാരും ഒഡീസയിലുണ്ടാവും. അപ്പോൾ ആന്ധ്രയിലും ഒഡീസയിലും BJPക്ക് പങ്കുള്ള BJP നയിക്കുന്ന സർക്കാരുകൾ പോലും ഈ തെരഞ്ഞെടുപ്പ് ഫലത്തോടുകൂടി വരാൻ സാധ്യതയുണ്ട്. ഈ കേരളത്തിലെ കണക്ക് നമ്മളെല്ലാം കാത്തിരിക്കുന്ന കണക്കാണ്. 20 സീറ്റുകളാണുള്ളത്. അതിൽ BJPക്ക് ഇപ്പോഴും നോർത്ത് ഇന്ത്യൻ സർവേകളും നോർത്ത് ഇന്ത്യൻ മീഡിയയും പറയുന്ന കേരളത്തിൽ BJPക്ക് 3 സീറ്റ് കിട്ടുമെന്നാണ്. 3 എന്ന് പറയുന്നതിൻ്റെ ലോജിക്ക് ഒരുപക്ഷേ ഈ ഉത്തരേന്ത്യയിലിരുന്ന് കേരളത്തിലേക്ക് നോക്കിയതുകൊണ്ടുള്ള അവരുടെ നോട്ടപ്പിശകാണോ അമിതമായ വിശ്വാസമാണോ എന്നറിയില്ല. തിരുവനന്തപുരവും തൃശ്ശൂരും ഏതാണ്ട് BJPക്ക് ഉറപ്പിക്കാവുന്ന സീറ്റുകളാണ്. പിന്നീട് പറയുന്ന സീറ്റുകൾ പത്തനംതിട്ട, ആലപ്പുഴ, ആറ്റിങ്ങൽ ഇങ്ങനെയുള്ള സീറ്റുകളിൽ അത്ഭുതങ്ങൾ BJP കാഴ്ചവെച്ചേക്കാം. പക്ഷേ അവർ 3 സീറ്റുകളാണ് കണക്കാക്കുന്നത്. ആ 3 സീറ്റ് ഇല്ലെങ്കിൽ പോലും ചില വേരിയേഷൻസ് വരാമല്ലോ. ഒരു സീറ്റ് എന്തായാലും ഉറപ്പാണ്. പിന്നെ ഒന്നുകൂടി BJPക്ക് കിട്ടിയേക്കാം. അതല്ല, നമ്മളെക്കാൾ കൂടുതൽ സാമ്പിൾ സർവേസ് ഒക്കെ എടുത്തിട്ട് അവർ നടത്തിയ പഠനത്തിൻ്റെ ഭാഗമാണ് 3 എന്നുള്ള അത്ഭുതവും നടക്കാം. ഈ 3 കിട്ടിയില്ലെങ്കിലും വോട്ട് വിഹിതം വർദ്ധിക്കും. മാത്രമല്ല 3 സീറ്റ് കേരളത്തിൽ BJPക്ക് 3 പാർലമെന്റ് സീറ്റുകൾ കിട്ടിയാൽ ആ 3 പാർലമെന്റ് മണ്ഡലത്തിന് കീഴിൽ 21 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. കിട്ടുന്ന മണ്ഡലങ്ങളെ നന്നായി നട്ട് നനച്ച് BJP ഉറപ്പായും കൊണ്ടുപോകും. കാരണം കേരളത്തിൽ ഒരു അക്കൗണ്ട് തുറക്കുക എന്ന് പറഞ്ഞാൽ അത്ര ചെറിയ കാര്യമല്ല, വലിയ കാര്യം തന്നെയാണ്. അതുകൊണ്ട് അടുത്ത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒരു അട്ടിമറിയായിരിക്കും 3 സീറ്റ് BJPക്ക് ലഭിച്ചാൽ. അടുത്ത സംസ്ഥാനം നമുക്ക് എടുക്കേണ്ടത് തെലങ്കാനയാണ്. തെലങ്കാനയിൽ 17 സീറ്റുകളാണ്. ഈ ജഗനും ഇങ്ങനെ തന്നെയായിരുന്നു. ജഗനും BJPയും തമ്മിൽ പരസ്പരം മത്സരിക്കുകയാണ്. പക്ഷേ പാർലമെന്റിലെത്തുമ്പോൾ ജഗന്റെ പാർട്ടി എപ്പോഴും NDAക്ക് കൈവക്കും. ഞാൻ ഓർക്കുന്നുണ്ട്, ജഗൻ മുഖ്യമന്ത്രിയായതിനു ശേഷം ആദ്യമായി ഇന്ത്യൻ പ്രധാനമന്ത്രി
അവിടെ തെലങ്കാനയിൽ വരുമ്പോൾ എയർപോർട്ടിൽ അദ്ദേഹത്തെ സ്വീകരിച്ച് അദ്ദേഹത്തെ പാദ നമസ്കാരം ചെയ്യുന്ന ഒരു ജഗൻ്റെ വീഡിയോ ഇപ്പോഴും യൂട്യൂബിൽ ലഭ്യമാണ്. എയർപോർട്ടിൽ വെച്ച് ഇത് ഒരു അന്തർധാര സജീവമാണ്. ഏതായാലും അവിടെ തെലങ്കാനയിൽ 7+, അതായത് 17-ൽ ഏറ്റവും ചുരുങ്ങിയത് 7 സീറ്റുകൾ BJPക്ക് ലഭിക്കാം എന്നാണ് ഈ കണക്ക് പറയുന്നത്. മറ്റൊന്ന് ആസാമാണ്. ആസാമിൽ ഹിമന്ത എന്ന മഹാപുരുഷൻ, അതിശക്തനായ മുഖ്യമന്ത്രി നയിക്കുന്ന അവിടെ 14 സീറ്റുകളിൽ 10 സീറ്റുകൾ BJPക്ക് കിട്ടിയാൽ അത്ഭുതത്തിന് വകയില്ല എന്ന് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നു. ഇനിയുള്ളത് ജാർഖണ്ഡിൽ 14 സീറ്റുകളാണ്. 14-ൽ 13 BJPക്കാണ്, BJPയുടെ അക്കൗണ്ടിലാണ് ചേർത്തിരിക്കുന്നത്. ഇനി പഞ്ചാബിലേക്ക് വന്നാൽ പഞ്ചാബ് ഈ പറഞ്ഞ പോലെ ആം ആദ്മി പാർട്ടിയുടെയും അത് കോൺഗ്രസിൻ്റെയും അകാലിദളിൻ്റെയൊക്കെ ഒരു ശക്തി കേന്ദ്രമാണ്. BJPക്ക് സ്വാഭാവികമായും സ്വാധീനം കുറവുള്ള, അകാലിദളുമായിട്ടും സഖ്യം പോലുമില്ല. എങ്കിലും അവിടെയുള്ള 13 സീറ്റുകളിൽ പിന്നെ നമ്മുടെ കർഷക സമരത്തിൻ്റെയും ഖലിസ്ഥാൻവാദികളുടെയൊക്കെ ഒരു മണ്ണും കൂടിയാണ്. അപ്പോൾ കടുത്ത BJP വിരോധവും മോദി വിരോധവും നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് പഞ്ചാബ്. അല്ലെങ്കിൽ അങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റാണ്. ഓർക്കുന്നില്ലേ പ്രധാനമന്ത്രിയെ പഞ്ചാബിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ വാഹന വ്യൂഹം തടയുന്ന സ്ഥിതി ഉണ്ടായത്. അവിടെ 13 സീറ്റുകളുണ്ട്. അതിൽ 5 സീറ്റുകൾ BJPക്ക് കിട്ടാം എന്നാണ് ഇപ്പോഴത്തെ കണക്ക്. ഛത്തീസ്ഗഡിൽ ഈ പറഞ്ഞതുപോലെ 11-ൽ 10. ഹരിയാനയിൽ ഇപ്പോൾ ഖട്ടറെ മാറ്റി പുതിയൊരു സർക്കാർ വന്നു. അതിനുശേഷം സർക്കാരിൻ്റെ ഭൂരിപക്ഷം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പോഴും പക്ഷേ അടുത്ത് തന്നെ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സ്റ്റേറ്റ് ആയതുകൊണ്ട് അവിശ്വാസ പ്രമേയത്തിന് എന്തോ ഒരു 6 മാസത്തെ സാങ്കേതിക തടസ്സമുള്ളതുകൊണ്ട് സർക്കാർ ഇപ്പോഴും തുടരുകയാണ്. അപ്പോൾ എന്തായാലും തെരഞ്ഞെടുപ്പിന് ശേഷം അവിടുത്തെ സർക്കാർ വീഴുകയോ വീഴാതിരിക്കുകയോ ഒക്കെ ചെയ്യും. എങ്കിലും ഹരിയാനയിൽ നിലവിലുള്ള 10 സീറ്റുകളിൽ 10ഉം BJPക്കാണ്. അത് നിലനിർത്തും എന്ന് തന്നെയാണ് കണക്കുകൾ പറയുന്നത്. പക്ഷേ കർഷക സമരം എന്ന് പറയുന്ന ഒരു ഈ പഞ്ചാബിൽ നിന്നുള്ള ഖലിസ്ഥാൻ സ്പോൺസേഡ് സമരത്തിൻ്റെ ഇമ്പാക്റ്റുകൾ ഇതിനെ ബാധിക്കുമോ എന്ന് പലരും ആശങ്ക പറയുന്നുണ്ട്. പക്ഷേ അതിനെ ബാധിക്കില്ല. അത് പഞ്ചാബിലാണ് ബാധിക്കാൻ പോകുന്നത്. ഹരിയാനയിൽ അത് ബാധിക്കില്ല. 10 സീറ്റുകളും BJPക്ക് കിട്ടുമെന്നാണ് ഒരു ധാരണ. പിന്നെ ഡൽഹിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി എന്തൊക്കെ തലകുത്തി പറഞ്ഞാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 7 സീറ്റും കിട്ടും. മാത്രമല്ല ഇപ്പോൾ ഈ സ്വാതി മലിവാളിൻ്റെ ഇഷ്യൂ ഉണ്ടായി. അത് വലിയ തോതിൽ ഈ കെജ്രിവാളിന് തിരിച്ചടിയായിട്ടുണ്ട്. മാത്രമല്ല സ്വാതി മലിവാൾ, ഹർഭജൻ സിംഗ്, രാഘവ് ചദ്ദ ഈ 3 പേർ BJPയുടെ ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭാ അംഗങ്ങളാണ്. ഇപ്പോൾ ഉള്ളൊരു വിവാദം എന്ന് പറയുന്നത് ഇവരോട് 3 പേരോടും രാജിവെക്കണം, എന്നിട്ട് മറ്റാളുകളെ കണ്ടെത്തണം. മനു അഭിഷേക് സിംഗ്വി ഉൾപ്പെടെയുള്ള ആളുകളെ രാജ്യസഭയിലേക്ക് അയക്കാൻ വേണ്ടി ആം ആദ്മി പാർട്ടി നേതാവായ കെജ്രിവാൾ നടത്തിയ നീക്കത്തിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഒരു കലാപം ഉണ്ടായെന്ന് പറയുന്നത്. ഇതിനകത്ത് ഹർഭജൻ സിംഗ് ഈ സമയത്ത് അദ്ദേഹം ലണ്ടനിലായിരുന്നു, രാഘവ് ചദ്ദ ലണ്ടനിലായിരുന്നു, സ്വാതി മലിവാൾ അമേരിക്കയിലായിരുന്നു. ഹർഭജൻ സിംഗും ഈ വിവാദമുണ്ടായ കെജ്രിവാളിൻ്റെ അറസ്റ്റ് ഉണ്ടായ സമയത്തൊന്നും ഇതിനൊന്നും സപ്പോർട്ട് ചെയ്യാൻ ഇവർ 3 പേരും വന്നിരുന്നില്ല. ഇവർ 3 പേരും രാജിവെക്കാൻ തയ്യാറല്ല എന്ന നിലപാടിലേക്ക് വരികയും ആം ആദ്മി പാർട്ടി വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് പോവുകയും ഏത് നിമിഷവും പാർട്ടി പിളർന്നേക്കാം എന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി നേരിടുന്നത്. ഒരുപക്ഷെ കെജ്രിവാൾ ഈ സ്ത്രീ പീഡന കേസിൽ കൂടി അറസ്റ്റിലായാൽ പോലും അത്ഭുതപ്പെടേണ്ട. കാരണം ഗൂഢാലോചന, ഈ വിഭവ് കുമാർ സ്വാതിയെ മർദ്ദിച്ചത് കെജ്രിവാളിൻ്റെ നിർദ്ദേശപ്രകാരമാണെന്ന തരത്തിലേക്കാണ് കേസ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കെജ്രിവാളിനെ സംബന്ധിച്ച് ഒട്ടും അനുകൂലമായ സാഹചര്യമല്ല ഉള്ളത്. അപ്പോൾ ദില്ലിയിലെ 7 സീറ്റുകളിലും BJP ജയിക്കാം. ജമ്മു ആൻഡ് കാശ്മീരിൽ 6 സീറ്റുകളാണുള്ളത്. BJPക്ക് 4 സീറ്റുകൾ കിട്ടാം. കാരണം BJP ഡയറക്റ്റ് അല്ല, BJPയുമായി ധാരണയുള്ള ചില കക്ഷികളും 6 സീറ്റുകൾ NDAക്ക് കിട്ടാമെന്നാണ് കണക്ക് കൂട്ടുന്നത്. ഇനിയുള്ളത് ഉത്തരാഖണ്ഡാണ്. ഉത്തരാഖണ്ഡിലെ 5 സീറ്റുകളും ആർക്കും സംശയമില്ല, ഉത്തരാഖണ്ഡിലെ 5 സീറ്റുകളും BJP കൊണ്ടുപോകും. ഹിമാചലിലെ 4 സീറ്റുകൾ, മണിപ്പൂരിൽ 2 സീറ്റുകളാണുള്ളത്. അതിൽ 1 സീറ്റ് BJPക്ക് കിട്ടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അത് 2 ഉറപ്പിച്ച സീറ്റാണ്. ഗോവ എത്രയോ കാലമായി ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശമായ ഗോവ BJP സർക്കാർ ഒരു കുഴപ്പമില്ലാതെ സ്റ്റേബിൾ ഗവൺമെൻറ് ഉണ്ടാക്കിക്കൊണ്ട് പോവുകയാണ്. അവിടുത്തെ 2 സീറ്റുകളും പതിവുപോലെ BJP ബാഗ് ചെയ്യും. ത്രിപുര ഒന്നും നോക്കാനില്ല, 2 സീറ്റുകളും BJPക്ക് കിട്ടും. മേഘാലയ 2-ൽ 1 സീറ്റ്. അരുണാചൽ പ്രദേശിലെ 2 സീറ്റുകൾ. പിന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളായ 9 സീറ്റുകളിൽ 4 സീറ്റുകളിലും BJPക്ക് കിട്ടാം എന്നാണ് ഏറ്റവും പുതിയ കണക്കുകൾ പറയുന്നത്. ഇത് വെച്ചിട്ട്
ടോട്ടൽ കണക്ക് കൂട്ടുമ്പോൾ 543-ൽ 407 സീറ്റുകൾ വരെ BJP കിട്ടാം. അതായത് NDA മുന്നണി 400 മേളിൽ കീഴും എന്ന് പറയുന്നതിനപ്പുറം BJP ഒറ്റയ്ക്ക് 400 മുകളിലേക്ക് എത്തുന്നു. അങ്ങനെയല്ല, അതിനകത്ത് മുന്നണി സീറ്റുകൾ ആന്ധ്രയിലേക്ക് മുന്നണി അതുകൂടെ ആണല്ലോ കൂട്ടിയിട്ടാണ്. NDA മുന്നണിക്ക് 407 സീറ്റുകൾ എന്നാണ് ഇപ്പോൾ ഉള്ള ഏറ്റവും അവസാനമായിട്ടുള്ള ഈ ഒരു സ്റ്റഡി പറയുന്നത്. അപ്പോൾ നരേന്ദ്രമോദി തുടക്കത്തിൽ പറഞ്ഞ 370 BJPക്ക്, NDAക്ക് 400 എന്നുള്ള മാർജിൻ കടന്ന് സീറ്റുകൾ കിട്ടിയാൽ പോലും അത്ഭുതത്തിന് വകയില്ല. ഇനി നമുക്കിതിൽ നിന്ന് പരമാവധി മൈനസ് ചെയ്യാം. 407-ൽ നിന്ന് നിങ്ങളൊരു 37 സീറ്റ് കുറയ്ക്കൂ. 37 സീറ്റുകൾ കുറച്ചാൽ 370-ൽ നിന്ന് ഒരു സീറ്റ് പോലും കുറയാനുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയിൽ ഇപ്പോൾ ഇല്ല എന്നാണ് 5ാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ലഭിക്കുന്ന സൂചനകൾ. വളരെ ചില കണക്കുകളാണല്ലോ ഇപ്പം പുറത്തേക്ക് വരുന്നത് അല്ലേ? അപ്പോൾ ഏതായാലും ഇതൊക്കെ ചില സ്റ്റഡികളുടെയും ഡാറ്റയുടെയും ജനങ്ങളുടെ വികാര പ്രകടനങ്ങളുടെയും ഒക്കെ അഭിപ്രായത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന കണക്കുകളാണ്. പക്ഷേ ഈ കണക്കുകൾ യാഥാർത്ഥ്യത്തോട് വളരെ അടുത്ത് നിൽക്കുന്നതാണ്. ഇതിൽ നിന്ന് പിന്നാക്കം ഒന്നും പോകുന്നില്ല. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, BJP സർക്കാർ തുടരും. മോദി 3ാം വട്ടവും പ്രധാനമന്ത്രിയാവും. അതിന് ഒരു മാറ്റവുമില്ല. മാത്രമല്ല, മറ്റൊന്നുകൂടി നമുക്ക് ഉറപ്പിക്കാം, ഇനിയും സീറ്റുകൾ കുറച്ച് വന്നിട്ട് നമുക്ക് ഇങ്ങനെയെങ്കിലും അവസാനിപ്പിക്കാം. കഴിഞ്ഞ വർഷം കിട്ടിയ 303, BJPക്ക് ഒറ്റയ്ക്ക് കിട്ടിയ 303-ൽ ഒരു സീറ്റ് പോലും കുറയാനുള്ള ഒരു രാഷ്ട്രീയ കാലാവസ്ഥയും രാജ്യത്ത് ഇപ്പോൾ നിലനിൽക്കുന്നില്ല. ഇതാണ് ഈ ഏറ്റവും പുതിയ ഒരു വിലയിരുത്തൽ, വിശകലനം, പഠനം. ബാക്കിയൊക്കെ വോട്ട് വെട്ടി തുറക്കട്ടെ. അതെ, അതുവരെ കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.